തൃശ്ശൂർ പൂരത്തിന്റെ ലഹരിയിൽ അലിയുകയാണ് ഒരു വലിയ പുരുഷാരം. അവിടെ തൃശ്ശൂരിൽ പൂരനഗരിയിൽ ഒരുപാട് കാഴ്ചകൾ, പൂരത്തിന്റെ സുഖം, പൂരത്തിന്റെ മണവുമെല്ലാം ആസ്വദിച്ച് ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് ആളുകൾ തൃശ്ശൂർ പൂരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റുകളിലും കൂടുതൽ ആൾക്കാർ പൂരനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആ സിംഫണി ആസ്വദിക്കാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. അല്പസമയത്തിനകം ഈ ചടങ്ങുകൾ പൂർത്തിയാവുന്നതോടുകൂടി, അതായത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്ന് നീതലക്കലമ പുറത്തേക്ക് വരുന്നതോടുകൂടി തന്നെ ഈ ഇലഞ്ഞിത്തറമേളം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിയാണ് പുറത്തേക്ക് എഴുന്നള്ളുക. അതോടുകൂടി തന്നെ ഈ ഇലഞ്ഞിത്തറമേളം ആരംഭിക്കുകയും ചെയ്യും. സൂരജ് സജിത്തെ ചേരുന്നുണ്ട്. സൂരജ്, ഇനിയിപ്പോൾ ഇലഞ്ഞിത്തറമേളമാണ് നടക്കാൻ പോകുന്നത്. അതിനായുള്ള കാത്തിരിപ്പാണ്. ഈ പാറമേക്കാവ് ഭഗവതി എത്തിക്കഴിഞ്ഞു, ആ പൂരം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ എന്താണ് ഇലഞ്ഞിത്തറമേളം, എപ്പോഴാണ് തുടങ്ങുക? അതിനായി ഇപ്പോൾ എത്രമാത്രം ആൾക്കാരുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി അവിടുത്തെ ഒരു ആവേശം, കാഴ്ചകൾ. പ്രജിൻ, അത് തന്നെയാണ് ഇനി ആരംഭിക്കാനിരിക്കുന്നത്. ഈ പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായ ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുകയും ചെയ്യും. നിരവധി പേരാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തടക്കം ഈ ഇലഞ്ഞിത്തറ മേളം കാണുന്നതിന് വേണ്ടി കയറിയത്. അത് രാവിലെ മുതൽ തന്നെ ഈ ഇലഞ്ഞിത്തറയ്ക്ക് സമീപം നിലയുറപ്പിച്ച ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് മണിക്കൂറുകൾ കാത്തിരുന്നാലും ഈ മേളത്തിനൊപ്പം ഒന്ന് താളം പിടിക്കാതെ പൂരമാകില്ല, പൂരത്തിന്റെ ആ ഒരു തീവ്രതയിലേക്ക് എത്തില്ല എന്ന് കരുതുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം സംബന്ധിച്ച് ഈ കാത്തിരിപ്പോ അല്ലെങ്കിൽ ചൂടോ ഒന്നും തന്നെ പ്രശ്നമല്ല. അവരെല്ലാവരും തന്നെ ഈ പൂരത്തിന്റെ ഈ ഒരുക്കങ്ങളിലേക്ക്, നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് ഇതിന്റെ തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം പ്രജിൻ, കഴിഞ്ഞ തവണ ഏറെ വിവാദങ്ങൾ ഉണ്ടായതാണ് തൃശ്ശൂർ പൂരം. പക്ഷേ ഇതുവരെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സംഘാടനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കളക്ടർ മാത്രമല്ല, കമ്മീഷണറുണ്ട്, കമ്മീഷണർ ആർ ഇളങ്കോ. അതായത് രണ്ടുപേരും ചെറുപ്പക്കാരാണ്. നല്ലതുപോലെ ഈ പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ ആളുകളാണ്. പലപ്പോഴും നമ്മൾ ഇവരുടെ ഓഫീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആ പൂരത്തിന്റെ പല ഫയലുകളും, പൂരത്തിന്റെ അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിന്റെ സ്വരാജ് റൗണ്ടിന്റെ മാപ്പൊക്കെ എടുത്തു വെച്ച് കമ്മീഷണർ എല്ലാ ദിവസവും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രമാത്രം എഫേർട്ട് എടുത്തു. ആ എഫേർട്ട് അതിന്റെ ഒരു ഫലം കാണുന്ന ഒരു നിമിഷമാണ്. കാരണം നല്ല ഒരു മികച്ച സംഘാടനം എന്ന് എല്ലാവരും പറയുന്നു. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും പൂരാശംസകൾ. എന്തായാലും നമ്മൾ കുറേ ദിവസമായിട്ട് നല്ലോണം പ്ലാൻ ചെയ്തായിരുന്നു. അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയത്. ദേവസ്വങ്ങളായാലും എല്ലാ വകുപ്പുകളായാലും പോലീസായാലും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങൾക്ക് നല്ലൊരു പൂരാനുഭവം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരോട് ഈ സൂരജ് പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷം കമ്പയർ ചെയ്തിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് ആൾക്കാരെല്ലാവരും പറയുന്നത്. ടിക്കറ്റിനിടയ്ക്ക് പോയി കളക്ടർ സെൽഫി എടുക്കുന്നതൊക്കെ നല്ല വൈറലായിട്ടുണ്ട്, ആളുകൾ വലിയ രീതിയിൽ. അത് ആക്ച്വലി അന്ന് ഒരു 20 മിനിറ്റ് ലേറ്റ് അല്ല, നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് പാറമേക്കാവിൽ ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ ആൾക്കാരോടൊന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ തുടങ്ങാൻ വേണ്ടി അതിനാണ് പോയത്. അപ്പോൾ കുറച്ച് പേര് നിർബന്ധിച്ച് സെൽഫി എടുപ്പിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും കണ്ടപ്പോൾ നമുക്കൊരു ആവേശമായി. എനിക്കിപ്പോൾ പൂരമായിട്ട് ബന്ധപ്പെട്ട് നല്ല ക്രൗഡും, എവിടെ പോയി കഴിഞ്ഞാലും ക്രൗഡും നല്ലൊരു ആംബിയൻസും നല്ലൊരു വൈബുമാണ് തൃശ്ശൂരുള്ളത്. ഇലഞ്ഞിത്തറമേളം കേൾക്കുന്നുണ്ടോ? അതെ, ഞാൻ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് സൂരജിനെ കണ്ടത്. അപ്പോൾ അതാ ജില്ലാ കളക്ടറാണ് അർജുൻ പാണ്ഡ്യൻ കൂടി ഇലഞ്ഞിത്തറമേളം കേൾക്കാൻ പോകുന്നതാണ്.